ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ പല വീഡിയോസിലും സംസാരിച്ച മാനിഫെസ്റ്റേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി ഡീപ്പായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നത് വളരെ വലിയൊരു കാര്യമാണല്ലേ. പക്ഷേ അതിലേറ്റവും കൂടുതൽ പേർക്ക് ചലഞ്ചായി വരുന്നത് ഒരേ ഒരു കാര്യത്തിലാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫീലിംഗ് സ്റ്റേറ്റിൽ, ആ ഒരു വൈബ്രേഷനിൽ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യാം. ഈസി ആയിട്ട് തോന്നും, പക്ഷെ അത്ര സിമ്പിൾ അല്ലല്ലേ. നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം. ഒരു നല്ല ജോലി കിട്ടിയതാവാം, ഡ്രീം ഹൗസ് ഉണ്ടാക്കിയതാകാം, വെയിറ്റ് ലോസ് ചെയ്തതാകാം, എന്തോ ആവാം. നിങ്ങൾ ശരിക്കും ആഗ്രഹിച്ചൊരു ജീവിതത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ പുതിയൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു സ്ട്രഗിൾ വീണ്ടും വരും. അതായത് ഓരോ പുതിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോഴും നമ്മുടെ യാഥാർത്ഥ്യത്തിൽ ഒരു മാറ്റവും കാണാത്തപ്പോഴും നമ്മൾ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അതാണ് ശരിക്കും പാട്. നിങ്ങൾക്ക് ആ നെക്സ്റ്റ് ലെവൽ നിങ്ങളെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. മനസ്സിലൊരു ക്ലാരിറ്റി ഉണ്ടാകും, ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് സ്ട്രോങ് ആയിട്ട് അറിയാം. പക്ഷേ കണ്ണ് തുറന്ന് 3D റിയാലിറ്റിയിലേക്ക്, അതായത് ഇപ്പോഴത്തെ ഈ റിയാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു മാറ്റവും ഇല്ല. പഴയ പ്രോബ്ലംസ്, സ്ട്രഗിൾസ്. അപ്പോൾ നമുക്ക് ഡൗട്ടാവും, ഞാൻ ഈ കാണുന്നത് വെറും ഫാൻറ്റസി ആണോ, ഇത് എപ്പോഴെങ്കിലും നടക്കുമോ എന്ന് ചിന്തിച്ചു പോവും അല്ലേ. അതുകൊണ്ട് നമ്മുടെ ഈ നിലവിലെ യാഥാർത്ഥ്യത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന അവളായി അല്ലെങ്കിൽ അവനായി എങ്ങനെ മാറാം, ഏറ്റവും പ്രധാനമായി നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തിൽ നിന്നും മനഃപൂർവ്വം എങ്ങനെ അകന്നു നിൽക്കാം, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ തള്ളിക്കളയുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ ഭൗതികമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഐഡൻറ്റിറ്റിയെയും ഓരോ നിമിഷവും എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ലോകത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആ അവസാന അവസ്ഥയിൽ ജീവിക്കാൻ തുടങ്ങണം. എങ്ങനെയെന്ന് നോക്കാം. ഒരൊറ്റ നിമിഷം പോലും മുടങ്ങാതെ കാണണേ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് പറയാം കേട്ടോ. ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണിത് കേട്ടോ. നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ. നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കാർ ഓടിക്കുന്നു, നിങ്ങളുടെ ഡ്രീം ഹോമിൽ റിലാക്സ് ചെയ്യുന്നു, ഒരുപാട് മണി നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. പക്ഷേ കണ്ണ് തുറന്ന് ആ പഴയ കട്ടിലിൽ അല്ലെങ്കിൽ പഴയ റൂമിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ എനർജി ഡൗൺ ആവും അല്ലേ. അയ്യോ, ഇതൊന്നും സത്യമല്ലല്ലോ എന്ന് തോന്നും. ഇവിടെയാണ് പ്രോബ്ലം. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ കൂടുതൽ വ്യക്തമാക്കി തരാം. നിങ്ങൾ മെഡിറ്റേഷനിൽ നിന്ന് ഉണരുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതിന് പകരം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുന്ന കളിക്കാരനായിട്ട് ആക്ട് ചെയ്യണം. അതായത് അപ്പോൾ നിരീക്ഷകൻ ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയിലിരിക്കുന്ന പഴയ നിങ്ങളാണ് നിരീക്ഷകൻ. എന്നാൽ കളിക്കാരൻ ആരാണ്? മാനിഫെസ്റ്റേഷൻ ഓൾറെഡി കിട്ടിയ നെക്സ്റ്റ് ലെവൽ നിങ്ങൾ. ഒരു ഉദാഹരണത്തിലൂടെ ഇത് ഞാൻ കൂടുതൽ വ്യക്തമാക്കി തരാവേ. നിങ്ങൾ സാധാരണ ദിവസങ്ങളിൽ അടുക്കളയിലേക്ക് പോയി കാപ്പി എടുക്കുന്നത് പോലെ ആകരുത് ഇന്നത്തെ നടത്തം. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ലഭിച്ചതിന് ശേഷമുള്ള നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ അടുക്കളയിലേക്ക് നടക്കുക. ഞാനിപ്പോൾ 10 ലക്ഷം രൂപ മാസ വരുമാനം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. ഞാൻ രാവിലെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഉണരുമ്പോൾ ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന പോലെ ഉണ്ടാക്കില്ല. ഞാൻ അടുക്കളയിലേക്ക് നടന്നു പോവുക ഒരു 10 ലക്ഷം രൂപ മാസ വരുമാനം ഉള്ള ആളെന്ന നിലയിലായിരിക്കും. ഇതിൻ്റെ എനർജി ഭയങ്കരമാണ്. നിങ്ങൾ നടക്കുന്ന രീതി, നിങ്ങൾ സംസാരിക്കുന്ന രീതി, നിങ്ങൾ നിങ്ങളെ തന്നെ കൊണ്ടു നടക്കുന്ന രീതി എല്ലാം മാറും. കാരണം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം എന്താണ്? എനർജി. വേറൊരു എക്സാമ്പിളോടെ പറയാവേ. നിങ്ങൾ ഒരു വലിയ കമ്പനിയുടെ CEO ആകാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് കോഫി കുടിക്കുമ്പോൾ സാധാരണക്കാരനെ പോലെ കുടിക്കരുത്. CEOയുടെ കോൺഫിഡൻസോടെ, അവരുടെ എനർജിയോടെ, ആറ്റിറ്റ്യൂഡോടെ കോഫി കുടിക്കാം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ 10 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ആളായിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ നടപ്പ് മാറും, എൻ്റെ സംസാരം മാറും, എൻ്റെ എനർജി മാറും. ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലും ആ നെക്സ്റ്റ് ലെവലിലുള്ള ഞാനായിട്ടാണ്.
അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ നിരീക്ഷകനിൽ നിന്നും നിങ്ങൾ കളിക്കാരനിലേക്ക് മാറുമ്പോൾ നിങ്ങൾ ആ നെക്സ്റ്റ് ലെവൽ നിങ്ങളെപ്പോലെ ചിന്തിക്കാനും വിശ്വസിക്കാനും സംസാരിക്കാനും തുടങ്ങും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നിരീക്ഷകനിൽ നിന്നും കളിക്കാരനിലേക്ക് മാറുക എന്നതായിരുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇവിടെയാണ് പലർക്കും മിസ്റ്റേക്ക് വരുന്നത്. നമ്മൾ ഇപ്പോഴത്തെ റിയാലിറ്റിയെ റിജക്റ്റ് ചെയ്യാനോ ഇഗ്നോർ ചെയ്യാനോ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കൂടുകയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ റിയാലിറ്റിയുമായിട്ടുള്ള ബന്ധം ഫ്ലിപ്പ് ചെയ്യുക എന്നതാണ്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാശ് കുറവായിരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നത് നിർത്തുക. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയെ പ്രൂഫായിട്ട് എടുക്കരുത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറവോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ കാണുമ്പോൾ അതിനെ നിങ്ങളുടെ പഴയ ടൈം ലൈൻ ഇല്ലാതാവുന്നതിൻ്റെ തെളിവായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ ആഗ്രഹം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ തെളിവായിട്ടല്ല. നമ്മളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്ന ഒരു പവർഫുള്ളായ ടെക്നിക്കാണിത്. നിങ്ങൾ പണം മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ബോണസ് കിട്ടുന്നില്ല എന്നിരിക്കട്ടെ, അതിനെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വരുന്നില്ല എന്നതിന് തെളിവായി ഉപയോഗിക്കരുത് കേട്ടോ. പകരം നിങ്ങൾ പറയണം, ഇതാണ് എൻ്റെ പഴയ ജീവിതം അവസാനിക്കുന്നു എന്നതിൻ്റെ തെളിവ്. കാരണം ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ജോലിയിൽ നിന്ന് മാറാനായിരിക്കും ആഗ്രഹം. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ലോകത്തെ പ്രൂഫായി എടുക്കാതിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൾഡ് സെൽഫിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുകയാണ്. നിങ്ങളൊരു മാഗ്നറ്റിക് ഫീൽഡ് പോലെയാകും. നിങ്ങൾ പോസിറ്റീവ് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് തുറക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സൈഡ് ഇൻകം കിട്ടും, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഡ്രീം ജോബിൻ്റെ ഒരു ഇൻ്റർവ്യൂ കോൾ വരും. കാരണം നിങ്ങളുടെ ഫോക്കസ് മാറി. നിങ്ങൾ കുറവിൽ നിന്നും പോസിബിലിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇപ്പോഴത്തെ നിങ്ങളുടെ ലോകത്തെ ഇഗ്നോർ ചെയ്യുകയല്ല, ഫ്ലിപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ഒരു കളിക്കാരനായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പോഴത്തെ റിയാലിറ്റി ഫ്ലിപ്പ് ചെയ്യാൻ പഠിച്ചു. ഇനി ഈ ഫീലിംഗ് സ്റ്റേറ്റ് ദിവസം മുഴുവൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് നോക്കുന്നത്. ഇനി ദിവസം മുഴുവൻ ആഗ്രഹിച്ച ആ ഒരു അവസ്ഥയിൽ തുടരാൻ എന്നെ സഹായിച്ച ഒരു വിദ്യയാണ് മൈക്രോ ഐഡൻറ്റിറ്റീസ് ഉപയോഗിക്കുക എന്നത്. ഇത് നമ്മുടെ നെക്സ്റ്റ് ലെവലിലെ അവൾ അല്ലെങ്കിൽ അവൻ ആയി ഇപ്പോൾ ഈ നിമിഷം മാറാനുള്ള ചെറിയ ഓർമ്മപ്പെടുത്തലുകളാണ്. ഞാൻ ഇതിനകം നേടിയെടുത്ത സ്ത്രീയാണ് എന്നൊരു ചിന്തയാവാം അത് ഈ പഴയ നിങ്ങളും പുതിയ നിങ്ങളും തമ്മിലുള്ള വിടവ് കുറയ്ക്കും. ചിലപ്പോൾ പല്ല് തേക്കുമ്പോഴും ഇത് ചെയ്യാം. ഞാൻ ചിന്തിക്കും, ഇതൊരു വിചിത്രമായ കാര്യമാണ്. 10 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ഞാനാണിപ്പോൾ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നാം. പക്ഷേ മാനിഫെസ്റ്റേഷൻ്റെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ സാധാരണവൽക്കരിക്കുക, അതായത് നോർമലൈസിങ്. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ ഒരു കയ്യെത്താത്ത ദൂരത്ത് വെക്കാതെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സാധാരണമായ ഒരു കാര്യമായി കാണുമ്പോൾ നിങ്ങൾ അതിനെ നിങ്ങളുടെ അടുത്തേക്ക് കാന്തികമായി ആകർഷിക്കും. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഓരോരുത്തരും ഓരോ റോൾ ചെയ്യുന്നു. വീട്ടിൽ വരുമ്പോൾ ഒരു അമ്മയുടെയോ പങ്കാളിയുടെയോ റോൾ ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ റോൾ ദിവസം മുഴുവൻ ചെയ്യുക. തുടക്കത്തിൽ അഭിനയിക്കുന്നത് പോലെയൊക്കെ തോന്നാം, പക്ഷേ പതിയെ പതിയെ നിങ്ങൾ ശരിക്കും ആ വ്യക്തിയായി മാറും. നിങ്ങൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ലോകത്തെ അവഗണിക്കുകയും പഴയ കാര്യങ്ങളെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ പരിവർത്തനം എളുപ്പമാകും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ചിലപ്പോൾ ഡൗട്ട് വരും, ആൻസൈറ്റി വരും, സ്ട്രെസ് ഉണ്ടാവും. അങ്ങനെ ഡിസ്കണക്റ്റഡ് ആകുന്ന സമയങ്ങളിൽ ഇൻസ്റ്റൻ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഒരു എമർജൻസി ടൂൾ വേണം, അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ, പെട്ടെന്ന് സ്ട്രെസ്സ് കൂടുകയാണെങ്കിൽ ഒരു സ്നാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കൈ നെഞ്ചിൽ വെക്കുകയോ ചെയ്യുക. കണ്ണടച്ച് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ ഹൃദയം ഇടിക്കുന്നത് ഫീൽ ചെയ്യുക. എന്നിട്ട് ഇൻറ്റൻഷനലി ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുക: ഞാൻ സേഫാണ്, ഞാൻ ഓൾറെഡി ആ വ്യക്തിയാണ്, ഞാൻ ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഡൗട്ട് തോന്നുമ്പോഴോ നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴോ ഇതുപയോഗിക്കാം. ഇത് ഒരുപാട് സമയം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു തവണ ഏതാനും നിമിഷങ്ങൾ മാത്രം ശ്രദ്ധയോടെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ മാറ്റം നന്നായി അനുഭവിക്കാൻ കഴിയും. ഓർക്കുക,
ഇത് മനഃപൂർവ്വം ചെയ്യണം. നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ചെയ്ത് തീർക്കുന്നത് പോലെ ചെയ്യരുത്. ഇത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അതിലേക്ക് കൊടുക്കുക. ഈ ഇപ്പോഴത്തെ ലോകത്തിൽ നിന്നും അകന്ന് നിൽക്കാൻ നിങ്ങൾ നെക്സ്റ്റ് ലെവൽ നിങ്ങളായി മാറണം. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരാൾ അതിനെ ഇപ്പോഴത്തെ ലോകത്തിൽ തിരയില്ലല്ലോ അല്ലേ? അതുകൊണ്ട് നിങ്ങളതിനെ വിട്ടുകൊടുക്കണം. നിങ്ങൾ സോഫയിലിരുന്ന് ഫോൺ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിന്നർ ഉണ്ടാക്കുന്ന ടൈമിലോ തുണികൾ മടക്കുമ്പോഴോ വിരസമായ നിമിഷങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഇതിനകം ലഭിച്ച ആ വ്യക്തിയെ എനർജിപരമായി നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണ ആവും. അതിലുപരി നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻറ്റിൻ്റെ ഫീലിംഗ് അനുഭവിക്കാൻ കഴിയും. അതൊരു സ്വപ്നമായിരിക്കില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ അത് ജീവിച്ചു തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആഴത്തിലുള്ള നിമിഷങ്ങളിൽ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നാറില്ലേ? കാരണം നിങ്ങൾ എനർജിപരമായി അവിടെയുണ്ട്. നിങ്ങൾ എനർജിപരമായി സംതൃപ്തയാണ്. നിങ്ങൾ എനർജിപരമായി അവളാണ്. നിങ്ങൾ എപ്പോഴും ഈ അവസ്ഥയിലായിരിക്കണം. അപ്പോഴാണ് അവസരങ്ങൾ, ആളുകൾ, അനുഭവങ്ങൾ, ആകസ്മിക സംഭവങ്ങൾ എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നത്. നിങ്ങളുടെ പഴയ ഐഡൻറ്റിറ്റി ഉപേക്ഷിക്കുക. നിരീക്ഷകനിൽ നിന്നും ഉയർന്ന് കളിക്കാരനായിട്ട് മാറുക. അവിടെ തന്നെ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ലോകത്തേക്ക് നോക്കാതെ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എവിടെയെന്ന് ആശ്ചര്യപ്പെടാതെ നിങ്ങൾക്കിതെല്ലാം ചെയ്യാൻ കഴിയുമ്പോൾ ആ നിമിഷം തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്